ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം സംസ്ഥാന വ്യാപകമായി തന്നെ തുടരുകയാണ്. ഞങ്ങളിപ്പോൾ കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടെ ഏതാണ്ട് 1000-ഓളം ജീവനക്കാർ, നഴ്സുമാർ ഉൾപ്പെടെ 1000-ഓളം ജീവനക്കാരാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കി നിശ്ചയിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. അനിശ്ചിതകാല സമരം തുടരും എന്ന് തന്നെയാണ് UNA വ്യക്തമാക്കുന്നത്. UNAയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ മുക്കത്ത് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അപ്പം ഇവിടെ എത്രത്തോളം നഴ്സുമാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്? നമുക്ക് ഏകദേശം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഏകദേശം 800ഓളം നഴ്സുമാരും അതോടൊപ്പം തന്നെ നമ്മുടെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും കൂടെയാണ് നമുക്കൊപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സമരത്തിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 40,000 രൂപ മിനിമം വേജസ്, അതായത് ബേസിക് സാലറി 40,000 രൂപ ആക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത്. പക്ഷേ ഇതിന് ആ ഒരു സുപ്രീം കോടതി നിർദ്ദേശത്തിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് പല മാനേജ്മെൻറ്റുകളും ഈവൻ നമ്മുടെ മാറി വരുന്ന സർക്കാരുകളും ഈ ഒരു റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാലാണ് നമുക്ക് ഈ ഒരു സമര പോരാട്ടങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടതായിട്ട് വരുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. ഈ കാരിത്താസ് മാനേജ്മെന്റ് ആ ഒരു ആവശ്യം അംഗീകരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് എന്നാൽ ചില ആശുപത്രികൾ അംഗീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഏകദേശം 9ഓളം 10ഓളം ഹോസ്പിറ്റലുകൾ ഈ പറഞ്ഞ 40,000 മിനിമം വേജസ് അല്ലെങ്കിൽ ബേസിക് സാലറി എന്ന ചെറുകിട ഹോസ്പിറ്റലുകളാണ് അത് അംഗീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലുകൾ എന്തുകൊണ്ട് സ്റ്റാഫുകളെ റോഡിലിറക്കി അല്ലെങ്കിൽ നിരത്തിലിറക്കി നിർത്തുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പൊതുസമൂഹത്തിന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ നഴ്സുമാർ. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റുകൾ ഈ സ്റ്റാഫുകളെ ഭീഷണിപ്പെടുത്തുന്നു വരെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അറിവ്. ഈ 40,000 രൂപ ശമ്പളം എന്നൊരു ധാരണയിലേക്ക് നിങ്ങളുടെ ആവശ്യം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അംഗീകരിക്കുന്നത് വരെ ഈ സമരം തുടരും, അനിശ്ചിതകാലത്തെ തുടരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് മെയിനായിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് വ്യവസ്ഥ നിർത്തലാക്കുക, ട്രെയിനി വ്യവസ്ഥ നിർത്തലാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ നമ്മൾ മുൻപോട്ട് വെക്കുകയാണ്. നിലവിൽ ഇതുവരെ യാതൊരു ചർച്ചയ്ക്കും ആശുപത്രി മാനേജ്മെൻറ്റുകൾ തയ്യാറായിട്ടില്ല. മുഴുവൻ സ്റ്റാഫുകൾ നമുക്ക് ഒപ്പം കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. നോക്കിയാൽ ഇപ്പോഴും ഈ കൊടും വെയിലത്ത് പോലും കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തക സ്റ്റാഫുകൾ ഈ ഭൂമിയിലെ മാലാഖമാരെന്നറിയ നമ്മുടെ പൊതുജനം വിശേഷിപ്പിക്കുന്ന, നമ്മുടെ മീഡിയകൾ വിശേഷിപ്പിക്കുന്ന ഈ ആളുകൾ ഈ പൊതുനിരത്തിലിരിക്കുകയാണ്. അപ്പോൾ അവരുടെ യാതനകൾ കൃത്യമായിട്ട് നമ്മൾ പൊതുസമൂഹവും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനേജ്മെൻറ്റുകൾ കണ്ടില്ല എന്നടിക്കരുത് എന്ന് മാത്രമൊരു അപേക്ഷ കൂടിയുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ് ഇപ്പോൾ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭൂമിയിലെ മാലാഖമാരെന്നറിയപ്പെടുന്ന ഈ നേഴ്സുമാർ ഇന്ന് ഈ സമരരംഗത്ത് കടന്നു വന്നിരിക്കുന്നത്. 2017 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ഇവരുടെ ശമ്പള വർധന അവസാനമായിട്ട് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവർ അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സുപ്രീം കോടതി നിയോഗിച്ച വീരകുമാർ കമ്മിറ്റി പറയുന്നുണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം. തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിലും ഒക്കെ ജീവൻ പണയം വെച്ച് ആരോഗ്യരംഗത്ത് സുദീർഘമായ സേവനം നടത്തുന്ന നേഴ്സുമാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് ഏതെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെതിരെയുള്ള സമരമല്ല. നീതിക്കും ധർമ്മത്തിനും വേണ്ടി നീതിബോധത്തോടെ ഭൂമിയിലെ മാലാഖമാർ നടത്തുന്ന ഈ സമരത്തിന് ഞാൻ എൻ്റെ മനസ്സാക്ഷിയുടെ പിന്തുണ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് സാമ്പത്തിക ചെലവുകൾ വളരെയധികം വർദ്ധിപ്പിച്ചു. രൂക്ഷമായ വിലക്കയറ്റം, അതുപോലെ ജീവിത നിലവാരം ഇന്ന് ഓരോരുത്തർ ഉയർന്നു നിൽക്കുമ്പോൾ വളരെയധികം സാമ്പത്തികമായിട്ട് അവർക്ക് ഉന്നത ശമ്പളം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഒരു കുടുംബം പുലർത്താൻ പറ്റുള്ളൂ. ബഹുഭൂരിപക്ഷം നേഴ്സുമാരും ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് 4 വർഷത്തെ BSc നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം ഇതുപോലുള്ള ആശുപത്രിയിൽ ജോലിക്ക് കയറുന്നത്. ഇവർക്ക് കിട്ടുന്ന ഈ പരിമിതമായ ശമ്പളം ഉപയോഗിച്ച് ഇവർ ഇന്ന് കുടുംബം പുലർത്താൻ പറ്റാത്ത സാഹചര്യമാണ്. അതായത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോൺ തുക റീപേയ്മെൻറ്റ് ചെയ്യണം. അതും അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കുടുംബം ഇവർക്ക് പുലർത്താൻ പറ്റുന്നില്ല. എല്ലാവർക്കും വിദേശത്ത് പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. വിദേശത്ത് പോയി ജോലി ചെയ്താൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല തകരും. അപ്പം 2017 ഏതാണ്ട് 8 വർഷമായി ഇവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ട്. ആ ശമ്പള പരിഷ്കരണം നടത്താൻ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടണം. ന്യായമായിട്ട് ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണം. ഒരു ഡോക്ടർ ചെയ്യുന്ന ജോലിയുടെ ഏതാണ്ട് 75% കൂടുതൽ ജോലികൾ ചെയ്യുന്ന നേഴ്സുമാരാണ്. ഒരു ഡോക്ടർ പഠിക്കുന്നത് അതിൻ്റെ പഠനത്തിന് തന്നെയാണ് 60% പഠനവും നേഴ്സുമാരും നടക്കുന്നത്. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുക, രോഗിയെ പരിപാലിക്കുക, രോഗിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക, ഒരു രോഗിയുടെ ജീവൻ തന്നെ ഈ നേഴ്സുമാരുടെ കരങ്ങളിലാണ്.
അതുകൊണ്ട് ഈ നേഴ്സുമാർ നടത്തുന്ന ഈ ധർമ്മസമരം, നീതിക്ക് വേണ്ടിയുള്ള ധർമ്മസമരം അടിയന്തരം അവസാനിപ്പിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റും മുഴുവൻ സ്വകാര്യ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും അടിയന്തരമായിട്ട് ഇടപെട്ട് ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന നഴ്സുമാരുടെ ആവശ്യം അംഗീകരിക്കാതെ ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് UN വ്യക്തമാക്കുന്നത്. കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.